വയനാട് ടൗൺഷിപ്പിൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ വെള്ളം കിനിഞ്ഞത് സംബന്ധിച്ച രാഷ്ട്രീയ പോര് തുടരുന്നു. ചോർച്ച പരിശോധിച്ച റവന്യൂ മന്ത്രി കെ രാജന്റെ നടപടി നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വിള്ളൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. ഞങ്ങള് രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരിക. നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അടുത്ത മുഖ്യമന്ത്രി, അടുത്ത UDF സർക്കാർ അതെല്ലാം അന്വേഷിക്കുന്നതായിരിക്കും. സത്യം പുറത്തു വരും. എങ്ങനെയാണ് ഇത്രയും വീക്കായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഉണ്ടാക്കുന്നവർ ആലോചിച്ചാൽ മതി. വീട് നിർമ്മാണത്തിനായി പിരിച്ച പണം എവിടെയെന്ന് പറയാത്ത കോൺഗ്രസ് ദുരന്തബാധിതരെ അപമാനിക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. ഇങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കേരളത്തിലെ ഈ കോൺഗ്രസിനെ ഒരു വല്ലാത്ത പരിലാളന കൊടുത്ത്, ഒരു കവചമുണ്ടാക്കി കൊടുത്ത് ഈ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഈ VD സതീശൻ്റെ ഉപജാപക സംഘങ്ങൾ ചില മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ സംശയം തോന്നുന്നു. ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗമുണ്ടെന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക? കോൺഗ്രസിന്റെ ഭവന പദ്ധതി എവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് മതി വിള്ളൽ പൊറാട്ട് നാടകമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. കാൽദാസൻ ദേവത്വം വയനാട് ചെയ്യുന്നു. കാൽദാസൻ, ക്രാക്കാണോ വിള്ളലാണോ എന്ന സംബന്ധിച്ച ചർച്ച ഒരു ഭാഗത്ത് അതിശക്തമായി നടക്കുന്നു. ഈ വീടിന്റെ ഇത്തരത്തിലുള്ള വിള്ളൽ ആരോപണങ്ങൾക്ക് പ്രീ കൗണ്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന ചോദ്യമാണ്. അങ്ങനെ വീണ്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതുപോലെ ഈ മുണ്ടക്കൈ പുനരധിവാസം തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവ ചർച്ചയാകും. അതുതന്നെയാണ് സുഹൈൽ. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ ഇപ്പോൾ വേനൽ ചൂടിന്, ചെറിയ മഴ പെയ്തതോടെ വേനൽ ചൂടിന് അല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും സർക്കാർ ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദ ചൂട് കനക്കുകയാണ്. അത് രാഷ്ട്രീയ പോരിലേക്ക് കടന്നിരിക്കുന്നു. മന്ത്രിയുടെ സന്ദർശനത്തോടെയാണ് ഇത് കൂടുതൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്ക് വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എത്തി അകത്ത് ഈ വിള്ളലുള്ള ആ ഭാഗത്തും അതോടൊപ്പം ടെറസിൽ കയറി ഇപ്പോക്സി കോട്ടിംഗ് ചെയ്ത ഭാഗത്തും ഒക്കെ തന്നെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, അവിടെ വിള്ളലുണ്ട്, വെള്ളം കിനിഞ്ഞതിനെ അതൊരു വലിയൊരു സംഭവമാക്കി സർക്കാരിൻ്റെ ഈ ഒരു സംവിധാനത്തെ ഇകഴ്ത്തിക്കാട്ടുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസിനെതിരെ, യൂത്ത് കോൺഗ്രസിനെതിരെ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞത്. എന്നാലും വിള്ളലുണ്ട് അല്ലെങ്കിൽ താൻ വിള്ളൽ കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തതയൊന്നും V വസീഫ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. വെള്ളം കിനിയുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഈ വെള്ളം കിനിയുന്നത് മറ്റൊരു രീതിയിൽ വലിയ രീതിയിൽ ഒരു സംഭവമാക്കി കാട്ടുക എന്നുള്ളതാണ്. പരിശോധിച്ച് നോക്കിയാൽ ULCCS അധികൃതർ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് അത് ഷ്രിങ്കേജ് ക്രാക്ക് ആണെന്നുള്ളത്. ക്രാക്കിന്റെ മലയാളം എന്നുള്ളത് വിള്ളൽ കൂടിയാണ്. പക്ഷേ വിള്ളൽ എന്നുള്ള നിലയ്ക്ക് മന്ത്രിയും ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് വിള്ളൽ എന്നുള്ള സാങ്കേതികത്വത്തിന്റെ ചില ഭാഷകൾ ഉപയോഗിച്ച് ഈ ക്രാക്കിന് അവരുടേതായ ഒരു പേരുകൾ, അത് എഞ്ചിനീയറിംഗ് പേരായിരിക്കും, അതൊക്കെ നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു പരിഹരിക്കപ്പെടേണ്ട വിഷയമാണോ? അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ ഒരു മന്ത്രി നേരിട്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺട്രാക്ട് കൊടുത്ത ബിഡ് കൊടുത്തൊരു സ്ഥലമാണ്. അവർ കോൺട്രാക്ട് അനുസരിച്ച് പണിയെടുക്കുന്നു. അതിലൊരു പ്രശ്നം വന്നാൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം, അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്. ആ വരവിൽ എന്തിനാണ് ഇത്രത്തോളം രാഷ്ട്രീയം കാണുന്നത്?
അതുതന്നെയാണ് സുഹൈൽ ഏറ്റവും വലിയ ചോദ്യം. കാരണം ഈ ഒരു ഇപ്പോൾ ദുരന്തബാധിതർക്ക് നൽകിയ വീടിനെ സംബന്ധിച്ച് ഇവിടെ ULCCS അധികൃതർ തന്നെയാണ് ആദ്യം പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി, പിന്നീട് അവിടെ ഒരു വിള്ളലുണ്ട് എന്നുള്ള തരത്തിലേക്ക് കണ്ടെത്തലിനൊക്കെ തന്നെ കടന്നിരുന്നത്. അതിനുശേഷമാണ് നൗഫൽ അടക്കം ഈ വരച്ച ഈ വിള്ളലിന്റെ ഇരുവശവുമായി വരച്ച പാടുകളും ഈ നടുക്കുള്ള ഈ വിള്ളലിന്റെ പാടും അതിലെ കൂടെ വെള്ളം കിനിഞ്ഞിറങ്ങിയ പാടും ഒക്കെ തന്നെ കണ്ടത്. ആ ഒരു ആശങ്ക ദുരന്തബാധിതനുണ്ട്. ആ ദുരന്തബാധിതനായ നൗഫൽ ആ ഒരു ആശങ്ക അറിയിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിരുന്നാലും ഈ ഒരു ആശങ്ക അറിയിച്ചതിന് പിന്നാലെ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപം വരെ നൗഫൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും എന്തായാലും മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിൽ ആദ്യഘട്ട വീടുകളുടെ രണ്ടാം ഘട്ട കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു. എൻ്റെ പുറകിൽ കാണുന്നത് ആ രണ്ടാം ഘട്ട കോൺക്രീറ്റിങ്ങിന്റെ പണികളാണ്. അവിടെ സിമന്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിനുശേഷം അവിടെ തേച്ചിടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റ് എല്ലാ വീടുകളും നൗഫലിന്റെ വീട് അടക്കമും ചെയ്യാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ആ നിർമ്മാണങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. ULCCS അധികൃതർ അറിയിച്ചതനുസരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദുരന്തബാധിതരെ സംബന്ധിച്ചുള്ള ആശങ്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരന്തബാധിതനായ നൗഫൽ അറിയിച്ച ആശങ്ക എന്നുള്ളത് കഴിഞ്ഞ ദിവസം മന്ത്രി ഇവിടെ വന്നപ്പോഴും തന്നോടൊരു വാക്ക് ചോദിച്ചില്ല. അതോടൊപ്പം ഇന്നിപ്പോൾ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് വന്നപ്പോഴും ദുരന്തബാധിതനെ കണ്ടില്ല. ദുരന്തബാധിതനെ വിളിച്ചിരുന്നോ, ഈ ഒരു ആശങ്ക ചോദിക്കാൻ ദുരന്തബാധിതനെ വിളിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിനും V വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് കൃത്യമായൊരു ഉത്തരം തന്നിട്ടില്ല. അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. എന്തായാലും രാഷ്ട്രീയ പോര് സർക്കാർ ടൗൺഷിപ്പിലെ വിള്ളൽ കണ്ടെത്തിയ വീടിനെ സംബന്ധിച്ച് മറ്റു വീടുകളിലും ഇത്തരത്തിലുള്ള വിള്ളൽ ഉള്ളതായി കാണുന്നു. അതിനെ സംബന്ധിച്ചും കൂടുതൽ ആശങ്കയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട കോൺക്രീറ്റിംഗും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിവാദം ചൂടുപിടിക്കുന്നതിനിടയ്ക്ക് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും കൂടി മുറുകുകയാണ്. നിലവിൽ DYFI സംസ്ഥാന പ്രസിഡന്റായ V വസീഫ് ഇവിടെ നിന്ന് നേരെ കോൺഗ്രസ് ഭൂമിയിലേക്ക്, കുന്നമ്പറ്റയിലെ കോൺഗ്രസ് ഭൂമിയിലേക്ക് പോകുമെന്നുള്ളതും കൂടിയാണ് അറിയിച്ചത്. ഇപ്പോൾ ഇവിടെ നിന്നും V വസീഫും ഒപ്പം തന്നെ പ്രവർത്തകരും കുന്നമ്പറ്റയിലെ കോൺഗ്രസ് ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളും പ്രത്യാരോപണങ്ങളുടെ മണിക്കൂറുകൾ തന്നെയായിരിക്കും സുഹൈൽ. എന്നാലും വിള്ളലുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ വീട് വെച്ച് അതിന് മറുവാദം കിട്ടുന്നതിൽ കാര്യമില്ല. അതിനപ്പുറത്തേക്ക് വിള്ളലുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കോൺട്രാക്ട് എടുത്ത് ULCC അടക്കമുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ഇത്ര കണ്ട് DYFIക്ക് പ്രതിരോധിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടി പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.